ഒരു ബൈക്കിൽ ഇങ്ങനെ തല വെച്ചുകൊണ്ട് ആദ്യമായിട്ട് മലയാള യൂട്യൂബിലേക്ക് കടന്നു വന്ന ഒരു യൂട്യൂബർ, പിന്നീട് കാലിക പ്രസക്തമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, അതിനേക്കാളും ഉപരി രസിപ്പിച്ച ഒരുപാട് നിമിഷങ്ങൾ, പിന്നീട് മലയാള സിനിമയുടെ അല്ലെങ്കിൽ മലയാള ആങ്കറിംഗ് ലോകത്തിൻ്റെ ഒരു മുഖം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ക്രിയേറ്ററാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. ഈ പേരിന് അധികം വിശേഷങ്ങൾ ആവശ്യമില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ആളെക്കുറിച്ച് പറയാം. ഹലോ, നല്ല ഇൻട്രോ ആയിരുന്നു വെച്ചാൽ എനിക്ക് രോമാഞ്ചൊക്കെ. അല്ല, അത് വെച്ചാൽ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന യൂട്യൂബർ അല്ലെങ്കിൽ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് വെച്ചാൽ ചെയ്ത എല്ലാ കാര്യത്തിലും ഒരു യുണീക്നെസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം യൂട്യൂബിന്റെ ഇൻട്രോ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബഹളത്തിലൊരു ഇൻട്രോ, പക്ഷേ പതുക്കെ അത് മലയാളികൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. പിന്നീട് ആങ്കറിംഗിലേക്ക് വന്നപ്പോഴും അതിലും ഒരു യുണീക്നെസ്. മലയാളത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ അത് ചെയ്ത കാര്യങ്ങളിലൊക്കെ ഒരു യുണീക്നെസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാർത്തിക് സൂര്യ. അപ്പം കാർത്തിക് സൂര്യ എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന സെലിബ്രിറ്റി ഒരു വാഹനം എടുത്തിരിക്കുകയാണ്. ആ വാഹനത്തെക്കുറിച്ചും ആ വാഹനത്തിലേക്ക് കാർത്തിക് സൂര്യ എത്തിപ്പെട്ട വഴികളെ കുറിച്ചുമാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇന്ന്. അതെ, നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത് വണ്ടിയിൽ. എന്റെ വണ്ടിയിൽ ഇതുവരെ ആരും ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പറയാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, നമ്മുടെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. നമ്മൾ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇൻവോൾവ് 1ൻ്റെ എയർ പെർഫ്യൂം എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ രണ്ട് പ്രത്യേകതകൾ, ഒന്ന് ഇതിൻ്റെ സ്മെല്ല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ, അതായത് ലിക്വിഡുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. അവിടെ ലിക്വിഡ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. വളരെ നല്ലൊരു സ്മെല്ലാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്ലേവർ എന്ന് പറഞ്ഞാൽ മൊജിറ്റോ ലെമണാണ്. അതായത് കുറച്ചും കൂടി ഒരു ഫ്ലഷി ആയിട്ടുള്ള ഒരു സ്മെല്ല്. അപ്പോൾ നമ്മൾ വാഹനത്തിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ മൂഡിനെ വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ ഇത്തരത്തിലുള്ള എയർ ഫ്രഷ്നേഴ്സ് അല്ലെങ്കിൽ എയർ പെർഫ്യൂംസ് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു 300 രൂപക്കാണ് വില വരുന്നത്. നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങുന്ന ആളുകൾക്ക് ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞങ്ങൾ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾ വാങ്ങാം. ഒരുപാട് ആളുകൾ നിലവിൽ വാങ്ങി ഉപയോഗിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. കാർത്തിക് ബ്രോ, നല്ല മഴയാണ്, അതുകൊണ്ട് ഞങ്ങൾ കോടയത്തേക്ക് കേട്ടോ. ഓക്കെ, ചോദ്യം ഇങ്ങനെ ഞാനത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും കാർത്തിക് ബ്രോ ആദ്യത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്കിൽ ഇങ്ങനെ കിടന്നിട്ടാണ് യൂട്യൂബ് ലോകത്തേക്ക് കടന്നു വന്നത്. ആ സമയത്ത് മെട്രോയിൽ പാട്ട് പാടിയിട്ടുണ്ട്, അതുപോലെ മുണ്ടെടുത്ത് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മഴവിൽ മനോരമയുടെ ആങ്കർ അല്ലെങ്കിൽ കുറച്ചും കൂടി ഭയങ്കരമായിട്ടുള്ള വ്ളോഗുകൾ ചെയ്യുന്ന ഒരു യൂട്യൂബർ എന്നുള്ള രൂപത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ എന്ത് തോന്നുന്നു അന്ന് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട്? എനിക്ക് സത്യം പറഞ്ഞ അഭിമാനമാണ് വെച്ചാൽ, കാരണം അന്ന് ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, കാരണം ഇപ്പോ കുറച്ചുകൂടെ എന്താ റീച്ച് കൂടുന്നതിനനുസരിച്ച് എന്താ അറിയില്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടി വരും. അപ്പൊ അന്ന് എനിക്ക് എന്ത് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ സ്കൈ ആയിരുന്നു ലിമിറ്റ്, ഇഷ്ടമുള്ള ഒക്കെ ചെയ്യായിരുന്നു. അപ്പൊ അന്ന് അതൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ശരിക്കും പറഞ്ഞ അഭിമാനമാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുമ്പോ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുക. അതൊരു നല്ല പോയിന്റാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാം. കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. വേറെ സംശയം ചോദിച്ചോട്ടെ, ഇപ്പം കാർത്തിക് സൂര്യ എന്ന് പറയുന്ന 2018 കാർത്തിക് സൂര്യയിൽ നിന്ന് 2022 എത്തിക്കുമ്പോൾ കാർത്തിക് സൂര്യയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ബ്രോ. എന്റെ ഇപ്പോഴുള്ള കുറച്ച് വീഡിയോസിലൊക്കെ ആൾക്കാർ കമന്റ് കാണാറുണ്ട്, ബ്രോ പഴയ പോലുള്ള അഡ്വഞ്ചറും പഴയ പോലുള്ള വൈബും എന്താ പറയുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാലത്തിനനുസൃതമായ കുറെ മാറ്റങ്ങൾ വരുമ്പോൾ അപ്പോൾ ഒരുപാട് ചേഞ്ചസ് എൻ്റെ പ്രസന്റേഷനിലും എൻ്റെ സംസാരത്തിലും എൻ്റെ നോളജിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ മാറ്റങ്ങൾ നല്ലതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യം, ഇപ്പം മറ്റേ മെട്രോയിൽ കയറി പാട്ട് പാടിയതൊക്കെ ഒരുപാട് ട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ആദ്യമായിട്ട് ഒരു ട്രോൾ ഫേസ് ചെയ്തപ്പോൾ ഈ ചോദ്യം എനിക്ക് തോന്നുന്നു ഉബൈദക്കാക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. ആദ്യമായിട്ട് ട്രോൾ കിട്ടിയ സമയത്ത് എന്താണ് തോന്നിയത്? നല്ലതായിട്ട് കൊണ്ട്, പക്ഷേ ഞാൻ ട്രോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ട്രോളിട്ടുണ്ട്. ഇപ്പോഴത്തെ പോലെ മറ്റേ ജുജുബി അങ്ങനെ സുഖിപ്പിച്ചുള്ള ട്രോളുകളല്ല, അത് നല്ല രീതിയിൽ ട്രോള്. വിഷമം തോന്നി, വിഷമം തോന്നി.
പക്ഷെ എന്തോ ആ വീഡിയോ കണ്ടപ്പോ അയ്യോ എനിക്ക് വേണ്ടിയിട്ട് എന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഒരാൾ ഇത്രയും എഫേർട്ട് ഇട്ട് വേറൊരു വീഡിയോ ഉണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ സന്തോഷം തോന്നി നേരെ കമന്റ് ബോക്സിൽ നോക്കി ഏതാ ഈ വേട്ടാവളിയെന്ന് തുടങ്ങി പൊച്ചത്തെറി. എന്റെ അച്ഛൻ ഇടയ്ക്ക് വെച്ച് അവത്തോശം ഇത് കയറി വായിച്ചു നോക്കിയായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു എടാ നീയോ ചീത്ത വാങ്ങണം, അതിന്റെ കൂടെ എനിക്കൂടെ എന്തൊരു ചീത്ത വിളിക്കണം, ചീത്ത കാണിച്ചു തരണത്. അങ്ങനെ പക്ഷെ അതൊരു വലിയൊരു ബൂസ്റ്റ് തന്നെ ആയിരുന്നു. അന്ന് ഈ ട്രോളിലൂടെ വൈറലായി ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അന്നൊരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അന്ന് ആരോമൽ എന്ന് പറഞ്ഞൊരു പയ്യൻ ട്രോളിട്ടുണ്ട്, ഉബൈദ് ട്രോളിയായിരുന്നു. അതൊക്കെ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഈ ഒരു യാത്രയില് അതായത് ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് ആങ്കറിംഗിലേക്ക് എത്തി, ഇനി അടുത്ത ലെവലിലേക്ക് മാറാനിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതിനിടയിൽ ഒരു വാഹനം വാങ്ങണം അല്ലെങ്കിൽ ഒരു വണ്ടി വേണം എന്ന് ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴായിരുന്നു? ഓക്കെ, ഞാൻ മഴവിൽ മനോരമയില് ആങ്കറായിട്ട് കയറി. അപ്പോ എനിക്ക് ഒരുപാട് ബാഗുകൾ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വന്നല്ലോ. അപ്പോ ഡ്രസ്സ്, അതിന്റെ കൂട്ടത്തില് ഞാൻ മറ്റേ മേക്കപ്പ് സാധനങ്ങള്, തൊപ്പിക്ക് ഒരു ബാഗ്, ഷൂസിന് ഒരു ബാഗ്, കാരണം എല്ലാം കൊണ്ടുപോകണ്ടേ. ഇത്ര ദിവസത്തെ പാക്ക് ചെയ്തപ്പോ ഞാൻ പൊക്കോണ്ടിരുന്ന ആദ്യം നൈറ്റ് ബസ് വിളിക്കുമായിരുന്നു. ബസ് വിളിച്ച് ഇതിനകത്ത് കയറ്റി അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവർ വെയിറ്റ് ചെയ്യും. ഞാൻ ബാഗ് പറക്കി ഇറക്കണ്ടേ, ഇറക്കി റൂമിലോട്ട് പോവും, പിന്നെ ഫിക്സ് ചെയ്യും, പിന്നെ തിരിച്ചു വരും. അപ്പൊ ഇത് ഭയങ്കര ഹെക്റ്റിക് ആയി എനിക്ക്. ഈ ഉറക്കവും ഇതും എല്ലാം ചോന്ന് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണ് ഒരു കാറ് എന്നുള്ള ഒരു ആവശ്യം അവിടെ ഉടലെടുക്കുന്നത്. ആ ആവശ്യത്തിൽ നിന്നാണ് കാറിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരു ചോദ്യം, ശരിക്കും ഒരു കാർ എടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പല ആസ്പെക്ട്സിലും ചിന്തിക്കും. കാരണം വീട് കഴിഞ്ഞ അടുത്ത ഇൻവെസ്റ്റ്മെന്റ് കാറാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഒരു കാർ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കാർത്തിക് ബ്രോ ആലോചിച്ചിട്ടുണ്ടായിരുന്നു? അതായത് ഞാനൊരു കാർ എടുക്കാൻ പോകണം, അപ്പൊ ഏതെടുക്കണം, എങ്ങനെ എടുക്കണം, എത്ര ബഡ്ജറ്റ് വേണം, ഇങ്ങനെ എന്തൊക്കെ ചിന്തകളായിരുന്നു മനസ്സിൽ വന്നത്? ഓക്കെ, ഒന്ന് എന്റെ ഒരു ബഡ്ജറ്റ് ഒരു 20 lakhsന് താഴെയായിരുന്നു. 20 lakhsന് താഴെയായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സെഡാൻ തന്നെ വേണമെന്ന്. അത് അടുത്ത ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് സെഡാൻ എടുത്തു? ഒരു സെഡാൻ തന്നെ വേണമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. സൺറൂഫ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കംഫർട്ട്, നല്ല രീതിയിൽ കംഫർട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ ഒരുപാട് ട്രാവലിംഗ് വരുമ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്ന് കയറുമ്പോൾ ഫ്രഷ് ആയിട്ട് കേറണം. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് അതാണ് മെയിൻ ആയിട്ടുള്ള എന്റെ ഓട്ടം. അത്രയും ട്രിവാൻഡ്രം എറണാകുളമാണ്. അപ്പൊ അത് ഒരു ഭയങ്കര ഒരു മേജർ ഘടകമായിരുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ കാർ എടുക്കാൻ നേരം ഇതൊക്കെയാണ് ആലോചിച്ചത്. ഇത്രയും കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഓപ്ഷനിലുള്ള ഒരു സാധനമായിരുന്നു ഹോണ്ട സിറ്റി. അതെ, എനിക്ക് സെഡാൻ ആണ് ഞാൻ പ്രിയോ എന്ന് പറഞ്ഞു. അപ്പൊ സെഡാനില് ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് കാർസ് ആണ്. അത്ര ഞാൻ സിവിക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുക്കുന്നതിന് ഒരു 3-4 മാസം മുന്നേ സിവിക് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി ഇന്ത്യയിൽ. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അപ്പൊ അതിനുശേഷം ഞാൻ നോക്കിയപ്പോ ഓക്കെ, ഹോണ്ട സിറ്റി എന്റെ ബജറ്റ് റേഞ്ചിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഹോണ്ടയിലോട്ട് പോകുന്നത്. ഹോണ്ട സിറ്റിയിലേക്ക് എത്തുന്നത്. ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വേർണ ഉണ്ടായിരുന്നു, ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു, അന്ന് സ്കോഡ റാപ്പിഡ് ഉണ്ടായിരുന്നു, വോക്സ് വാഗൻ വെന്റോ ഉണ്ടായിരുന്നു. അപ്പോ ഇതെല്ലാം നോക്കിയപ്പോ എനിക്ക് സ്കോഡയുടെ ലുക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, റാപ്പിഡിന്റെ. പക്ഷേ റാപ്പിഡിന് സൺറൂഫ് ഇല്ലായിരുന്നു, പിന്നെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അതെ സത്യം. സ്കോഡ പൊതുവെ ഡ്രൈവിംഗ് ആണ് ഇമ്പോർട്ടന്റ്. എനിക്കാണെങ്കിൽ ഡ്രൈവിംഗ് അറിഞ്ഞൂടായിരുന്നു. കാർ എടുക്കാൻ നേരം കാർ എടുത്തിട്ടാണ് ഡ്രൈവിംഗ് പഠിച്ചത്. ലൈസൻസ് പക്ഷെ ഞാൻ 18ാമത്തെ വയസ്സിൽ എടുത്തത്. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പക്ഷെ പരിചയമില്ല. എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ആ വീട്ടിൽ നിന്നൊക്കെ മറ്റേ കുറഞ്ഞ ഏരിയയിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കൈകൊണ്ടൊക്കെ വളച്ചൊക്കെ എടുക്കും. പ്രാക്ടീസ് ആയി. അങ്ങനെ ഞാൻ നോക്കിയപ്പോ അതിന് ഫീച്ചേഴ്സ് ഇല്ല. പിന്നെ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോ എല്ലാരും പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവേഴ്സ് കാറാണ് ഈ സ്കോഡ ഡ്രൈവേഴ്സ് കാറാണ്. കുറച്ചുകൂടെ പാസഞ്ചർ കംഫർട്ട് കൂടുതലും, ബാക്ക് സീറ്റിലൊക്കെ കുറച്ചുകൂടെ കംഫർട്ടും ഹോണ്ട സിറ്റിക്കാണ് ഞാൻ വായിച്ചായിരുന്നു. ഹോണ്ട സിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ലാസ്റ്റത്തെ ചോദ്യമാണ്. ഫസ്റ്റത്തെ ചോദ്യം, ഇതിനിപ്പോ ഏഞ്ചൽ എന്നാണ് പേരിട്ടത് അല്ലേ? എല്ലാവർക്കും അറിയാം ആ പേര്? എല്ലാവർക്കും അറിയാം. KL01 CS 9191 ഏഞ്ചൽ ബേബി എല്ലാവർക്കും അറിയാം. അപ്പൊ ഏഞ്ചൽ എന്ന് പേരിടാനുണ്ടായ കാരണം? ഓക്കെ, അതിലോട്ട് വരികയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ നമ്പർ ചൂസ് ചെയ്തത് അടുത്ത ചോദ്യമായിരുന്നു. ഓക്കെ, ആദ്യം തന്നെ 9ഉം 1ഉം എന്റെ ഫേവറേറ്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ എനിക്ക് 9ഉം 1ഉം വേണോന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ നോക്കിയപ്പോ അന്ന് മറ്റേ ഇത് കാണാൻ പറ്റുമല്ലോ നമുക്ക് നമ്പർ ചൂസ് ചെയ്യുന്നതിൽ.
9191 അവൈലബിൾ ആയിരുന്നു. അപ്പൊ ഓക്കെ ശരി എന്നാൽ 9191 തന്നെ എടുക്കാന്നുള്ള തീരുമാനത്തിൽ നമ്മൾ 91 കൊടുത്തു. 9191 കൊടുത്തു. അന്നേരം എനിക്ക് അറിയില്ല കേട്ടോ, ജസ്റ്റ് എന്റെ ഫേവറേറ്റ് നമ്പർ 91 അങ്ങനെ കൊടുത്താണ്. പക്ഷെ കൊടുത്തപ്പോ ഓപ്ഷൻ വന്നല്ലോ. സംഭവം ഓപ്ഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് ആരും വിളിക്കില്ല. ഏതോ ഒരു അതിന്റെ കൂടെ എന്റെ കൂടെ വിളിച്ചു തുടങ്ങി. ആണെങ്കിൽ 1000 ആയി, അല്ല 2000, 3000 സ്റ്റാർട്ടിങ് എന്തായാലും, പിന്നെ 10000 ആയി. ശരി നമ്മ 15000 ആക്കാം. 15000 ആക്കി, പിന്നെ 20000 ആയത്, പിന്നെ 30 35 40 45. ഞാൻ ഈ നമ്പറിന് കാരണം ഈ നമ്പർ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്ഷൻ വരെ ഞാൻ വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ പുല്ല് ഇത് എന്ത് ചെയ്യും, ഇപ്പം എനിക്ക് ഈ നമ്പർ വേണം താനും. ഞാൻ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് വെച്ചാൽ എന്ത് ചെയ്തിട്ട് വിടട്ടെ, വേറെ നമ്പർ വേണ്ട, എന്തായാലും ഇത്രയും ആയാലും ഇനി വിളിച്ചോ, കാർ എന്തായാലും നമ്മൾ ഇറക്കാൻ പോകുന്ന നമ്പർ ഇത്രയ്ക്ക് ഇതാണെങ്കിൽ അങ്ങനെ നമ്മൾ എടുത്തിട്ട് തന്നെ പോയ കാര്യം. എനിക്ക് തോന്നുന്നു 45,000 ഓ മഴ അപ്പൊ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു, ഡെഡിക്കേഷൻ. അപ്പൊ 45,000 ആയപ്പോഴത്തേക്കും ഓപ്ഷൻ തീർന്നു. അപ്പൊ അങ്ങനെ ഒരു ലക്കിനാണ് എനിക്ക് കിട്ടിയത്. 45,000 നമ്പർ ഞാൻ എടുത്താണ്. എനിക്ക് അറിയില്ലായിരുന്നു 9191 ഇത്ര വില കൊടുക്കേണ്ടി വരുമെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു കാർത്തിക് ബ്രോ അപ്പുറത്ത് വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും അയാളിപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്തെന്നറിയാമോ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇന്റർനെറ്റ് സെർച്ച് ചെയ്തു, ഇതിന് മാത്രമേ 9191 എന്തോന്ന് ഇരിക്കണമെന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഈ കുറെ ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ നമ്പേഴ്സ് ഉണ്ട്. അപ്പോ അതിനകത്ത് ഒരു നമ്പറാണ് ഈ 111, അങ്ങനെ 9191 191 അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഓരോ ഏഞ്ചൽ നമ്പറിന് ഓരോ മീനിങ് ആണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ 9191 മീനിങ് എന്ന് പറഞ്ഞാൽ പുതിയൊരു തുടക്കം, നമ്മളുടെ ഒരു പുതിയൊരു സ്റ്റാർട്ടിങ്, ലൈഫ് ചേഞ്ച് ആവുന്ന ഒരു മൊമെന്റ്, അതിനെയൊക്കെയാണ് ഈ 9191 എന്ന് പറയുന്ന നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഏഞ്ചൽ നമ്പർ ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്റെ വണ്ടിക്ക് ഞാൻ ഏഞ്ചൽ 911 ഏഞ്ചൽ ബേബി എന്ന് പേരിട്ടു. അടിപൊളി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കത്തിന്റെ ഭാഗത്തിൽ എടുത്തുകൊണ്ടും ആ നമ്പറും ഒക്കെ എവിടെയൊക്കെ ഒരു കണക്ഷൻ എവിടെയൊക്കെയോ ഞാൻ ഈ 91 ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തെങ്കിലും, പക്ഷെ ഇൻഡയറക്ട്ലി അതിനൊരു അർത്ഥം വന്നപ്പോ എന്തോ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു സന്തോഷം. അങ്ങനെയാണ് ഏഞ്ചൽ എന്ന പേര് വന്നത്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, ഒന്ന് നമ്പറിന്റെ രഹസ്യം, പിന്നെ ഏഞ്ചലിന്റെ പേര്. രണ്ടിനും ഒരുമിച്ച് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് വാട്ട്സ് ഇൻസൈഡ് യുവർ കാർ എന്നുള്ളതാണ്. അതായത് കാർത്തിക് സൂര്യ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്ത് കൂടെ. എനിക്ക് തോന്നുന്നു അതിനെ ഉത്തരം പറയാൻ ശരിക്കും കുറെ സാധനങ്ങൾ ഇത് മാറ്റി നിങ്ങൾ സുഹൃത്തുക്കൾക്ക് കൂടി എന്തെങ്കിലും പറയാനുണ്ടാവും ചിലപ്പോൾ. എന്തൊക്കെ ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഷൂട്ടിന് വരുന്നുള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ എന്തൊക്കെയാണ് കൊണ്ടു നടക്കാറുള്ളത്? ഇപ്പോ ഞാൻ മഴവിൽ ഷൂട്ടിന് പോകാൻ നേരത്താണ് എന്റെ കാർ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളത്. ഇപ്പൊ നാട്ടിലായതുകൊണ്ട് അതുകൊണ്ട് കുറെ സാധനങ്ങൾ കുറെ സാധനങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഉള്ളതൊക്കെ ഞാൻ കാണിച്ചാൽ. അപ്പൊ നമുക്ക് ബൂട്ടിന്ന് ആരംഭിക്കാം. ബൂട്ടാം. അടിപൊളി. ഓ മൈ ഗോഡ്, ഒരു അഡിഡാസിന്റെ ഷൂ ഉണ്ട്. ഇതാ ഗിഫ്റ്റ് എടുത്ത ഷൂ തിരിച്ചു വാങ്ങി വെച്ചാണ്. ഇതെന്റെ നൈക്കിയുടെ റണ്ണിങ് ഷൂ ആണ്. ഞാൻ എപ്പോഴും ഞാൻ ഓടാറില്ല ഇപ്പൊ, എന്നാലും എപ്പോഴും ഒരെണ്ണം കയ്യിൽ വെച്ചേക്കും. പ്രൊമോഷൻ വേണ്ട കേട്ടോ ഇവരുടെ, ഇതെടുത്ത് മാറ്റിക്കളാം. ഇത് പ്രൊമോഷൻ വന്ന പ്രോഡക്ട്സ് ആണ്. അത് കാണേണ്ട സുഹൃത്തുക്കളെ അത് പിന്നെ വീഡിയോയിൽ വരുന്നത്. അല്ല, ഷൂ സൂക്ഷിക്കുന്ന ആരെങ്കിലും പിടിച്ചിട്ട് ഓടിക്കുന്നു പേടിച്ചിട്ടില്ലല്ലോ. അപ്പൊ എപ്പോഴും റണ്ണിങ് ഷൂ ഞാൻ കൈ വെച്ചേക്കും. അതാണ് ഇത്. പിന്നെ അത് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പെട്ടെന്ന് ചാടി ഞാൻ അഡിഡാസിന്റെ പുതിയ ഒരു ലിമിറ്റഡ് എഡിഷൻ ഷൂ വാങ്ങിച്ചായിരുന്നു. പച്ച കളറാണ്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ എനിക്ക് ഭയങ്കര നിയോൺ ഗ്രീൻ ഷെയ്ഡിലുള്ള കാണിച്ചു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. ഇതൊരു ഷൂസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് അടുത്ത പരിപാടിയിൽ പ്രതീക്ഷിക്കാം. അതെ. പിന്നെ ഞാൻ ഒരു സ്റ്റീമിംഗ് മെഷീൻ ഉണ്ട്. അത് ആവി പിടിക്കേണ്ടി വരണമെങ്കിൽ ട്രാവലിംഗിൽ എപ്പോഴും ഹെൽത്ത് ശ്രദ്ധിക്കണം. കാരണം ഷോയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ്. കുറെ സമയം സംസാരിക്കും. പിന്നെ ആ ബാഗ് ഉണ്ടോ, അതെ ചോപ്പ് ബാഗ്, അത് മൊത്തം എന്റെ തൊപ്പിയാണ്. ഓ മൈ ഗോഡ്, എത്ര തൊപ്പിയുണ്ട്? മൊത്തത്തിൽ എന്റെ ഒരു 10-40 തൊപ്പിയാണ്. 10-30 അതിന്റെ അകത്ത് കാണും. മഴവിൽ മനോരമയിൽ എപ്പോഴും നസീർക്ക് തൊപ്പിനെ ട്രോളാറുണ്ട്. ഇക്കൊക്കെ വേറെ ഒരു പണിയില്ല, എന്റെ തൊപ്പിയെ പിടിച്ചേ കളിക്കാറുള്ളൂ. ഇതെന്റെ നൈക്കിയുടെ റണ്ണിങ് ഷൂ ആണ്. ലൈറ്റ് എത്രയാണ്? ലൈറ്റ് പക്ഷെ അതിന്റെ അടിയിൽ ഒരു സ്റ്റീൽ പ്ലേറ്റഡ് റണ്ണിങ് ഷൂ ആണ്. അപ്പൊ അല്ല, നമ്മുടെ റണ്ണിങ് പോസ്റ്റർ കറക്റ്റ് ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തൊപ്പി കാണാം. ഒന്നായിട്ട് തൊപ്പിക്കടയുള്ള യൂട്യൂബർ നിറച്ചും തൊപ്പിയാണ് കേട്ടോ. ആരും സ്ട്രീറ്റിൽ വിൽക്കാന്ന് വിചാരിക്കും. അത്രയുണ്ട് തൊപ്പിയാണ്. ഒരുപാടുണ്ട്, അടി അറ്റം വരെ ഉണ്ട്. അടിപൊളി.
40 തൊപ്പി അല്ലേ? സൂപ്പർ. അത് അടുത്ത ബാഗ്. ഇതിനകത്ത് കംപ്ലീറ്റ് ഇതുപോലെ എന്റെ ഷൂസ് ആണ്. ഇത് അല്ല, ഷൂ അത്യാവശ്യം ഉണ്ട് വീട്ടിൽ. 10-12 പേരുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ എമർജൻസി ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഇപ്പൊ എല്ലായിടത്തും പുറത്തിട്ടു. ഞാൻ എറണാകുളത്ത് പോകുമ്പോ ഈ ഡിക്കി കാണുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. ഏഞ്ചലിനെ എടുക്കാൻ, ഹോണ്ട സിറ്റി എടുക്കാൻ വേറൊരു കാര്യം കൂടെ, ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഇത് എന്റെ ഒരു അഡിഡാസിന്റെ ഒരു ജാക്കറ്റ്. എപ്പോഴെങ്കിലും ഡ്രസ്സിങ് അത്ര പോരാ, എന്തെങ്കിലും ഷൂട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് ഒരു ജാക്കറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ലുക്ക് സെറ്റ് ആവും. അപ്പൊ ഇത്രയാണ് തൽക്കാലം എന്റെ ബൂട്ടിനകത്തുള്ള. ഇതിൽ കുറെ സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ടല്ലേ? അത്യാവശ്യം സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. മാറ്റിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ഇത് അകത്ത് നമുക്ക് അകത്തേക്ക് കയറാം. എന്റെ ചാനലിൽ പോലും ഞാൻ എന്റെ വണ്ടിയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, യാത്ര പോകണ അല്ലാതെ. ഒരു കോടി കൂടുതൽ തരാൻ പറ്റുമോ? തരാം. ഹലോ സുഹൃത്തുക്കളെ, ഹക്സി ഹായ് പറയൂ. ഇപ്പൊ എടുത്ത് മാറ്റിയത് മുഖത്ത് തേക്കുന്ന ക്രീം അല്ല, ആൾക്കാർ വിചാരിക്കും അവൻ എന്തിന് ഇത്രയും ടവൽ, അവൻ എന്തിനു ഷോ കാണിക്കണം. സത്യം പറഞ്ഞൊക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ്. സുഹൃത്തുക്കൾക്ക് വണ്ടി കൊടുത്തിട്ട് എപ്പോഴെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? അമ്മൂസിനെ വിളിച്ചോണ്ട് എങ്ങോട്ടൊക്കെ പോകാറുണ്ട്, ഞാൻ അറിഞ്ഞത്. ഇതിന് തീർച്ചയായിട്ടും മറ്റേ കുഞ്ഞ് സെൻസറുകൾ വെക്കണല്ലേ? ഞാൻ ആ റീലുണ്ടാക്കി കഥ പറഞ്ഞത്. ഒരു പണി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്.